ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ എങ്ങനെ ഗ്രില്ലഡ് ചിക്കൻ ഓവണിൽ കുക്ക് ചെയ്യാമെന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ചെറുനാരങ്ങയുടെ നീരും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് 5 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു 1.5 വലിയ ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു 10 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, 2 ടൊമാറ്റോ, 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അഥവാ സീഡ്സ്, 1.25 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. വലിയ ഉള്ളിയും കട്ട് ചെയ്തിടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, മല്ലിയില, കുറച്ച് ഉപ്പ്. ആദ്യം നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മസാലയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ്. ഇനി വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ പീസസിനെയും മസാല ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. കോമ്പി ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് കൺവെൻഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അത് എത്ര മിനിറ്റാണ് എത്ര ഡിഗ്രിയാണ് വേണ്ടത് വെച്ചാൽ മോർ ബട്ടൺ പ്രസ് ചെയ്ത് 220 ഡിഗ്രി വരെ ആക്കിയെടുക്കുക. എന്നിട്ട് മൈക്രോ ബട്ടൺ പ്രസ് ചെയ്ത് 480 കൊടുക്കുക. എന്നിട്ട് ഇത് എത്ര മിനിറ്റാണ് വേണ്ടത് വെച്ചാൽ അത് പ്രസ് ചെയ്യുക. ഞാനിത് ഒരു 25 മിനിറ്റാണ് ഇടുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തെടുക്കുക. ഇനി ഇത് ഗ്രില്ലാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് 14 മിനിറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റോപ്പായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രില്ലഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.